കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ ഒരു വേലി കയറിയതാണ് കണ്ടത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഡാമിൻ്റെ മുകളിൽ കയറാൻ പോവുകയാണ്. ടോട്ടൽ 70 രൂപ. ഞാനും അച്ഛനും മോനും കൂടി പോയതിന് 70 രൂപയാണ് ആയത് കേട്ടോ. അപ്പം മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് ഈ ഡാമിൻ്റെ അവിടെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രെയിൻ പോലെ എന്തോ ഒരു സംഭവം വിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം പപ്പയ്ക്ക് ശരിക്കും അത് ഓർമ്മയില്ലായിരുന്നു കേട്ടോ. രണ്ടുപേരും കൂടി അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആക്കിയായിരുന്നു. പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ ശരിക്കും അതങ്ങനെ കണ്ടു. അതാണ് നിങ്ങൾ ഫസ്റ്റ് ആ വീഡിയോയിൽ കണ്ടത്. ആ ഒരു കുഞ്ഞ് പാളം പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡാമിൽ വെള്ളം നല്ല കുറവായിരുന്നു, അത്രയ്ക്കും നല്ല ചൂടും ഒക്കെ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോയിലാണെന്ന് തോന്നുന്നു ഞാൻ ഫിഷിൻ്റെ ഇതിട്ടില്ലേ വീഡിയോ, അതിനകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നല്ലോ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് തീരാനായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്, പിന്നെ ചാർജും ഇതായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അച്ഛൻ്റെ ഫോണിലാണ് കേട്ടോ. എൻ്റെ ഫോണ് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജും ഇല്ല, സ്റ്റോറേജും കുറവായിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ ഫോണിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നല്ല കുറവായിരുന്നു വെള്ളം, കാര്യം അത്രത്തേക്ക് നല്ല ചൂടായിരുന്നു കേട്ടോ. പാലക്കാട് ട്രിവാൻഡ്രത്തേക്കാളും ചൂടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പാളം. ഇതിലൂടെ ആയിരിക്കും എനിക്ക് തോന്നുന്നു മമ്മി അന്ന് കണ്ടു എന്ന് പറഞ്ഞ ആ ഒരു സംഭവമില്ലേ. മമ്മി അതിൽ കയറിയൊന്നുമില്ല എന്ന് പറഞ്ഞു, പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഡാം ഇങ്ങനെ പോയി കാണാൻ വേണ്ടിയിട്ട് യാത്രക്കാർ കയറിയിരുന്ന് അതിലവർ കൊണ്ടുപോകാമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ ഈ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഈ വെയിൽ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല അടിപൊളിയായിരിക്കുമെന്ന്. പിന്നെ നമ്മൾ പോയ സമയം അതായതുകൊണ്ടാണ് അത്രയും വെയിലുണ്ടായിരുന്നത്. പിന്നെ വൈകിട്ടായിട്ടും വെയിലിന് കുറവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു 3 മണി 4 മണി സമയമായപ്പോഴും നല്ല വെയിൽ തന്നെയായിരുന്നു. പിന്നെ നല്ല രസമായിരുന്നു അവിടെ നിന്ന് കാണാൻ. ഈ ഗാർഡൻ കൂടി സെറ്റായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഡാമിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട്. അതിട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗാർഡൻ കാണാൻ പറ്റും. അപ്പോൾ ഗാർഡനും അടിപൊളിയായിട്ട് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും ഗാർഡൻ്റെ ആ വ്യൂ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നല്ല രസമായിരുന്നു. പക്ഷേ ആ ഗാർഡൻ കൂടെ സെറ്റാക്കണം. എന്തായാലും ഇനി ഒരു വട്ടം എപ്പോഴെങ്കിലും ഞാൻ വരും കേട്ടോ. എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു. ഈ ഗാർഡൻ കൂടി സെറ്റാക്കി കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇത് കണ്ടോ, നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇത്രയും നല്ല സ്പേസിലാണ് ഈ ഗാർഡൻ ഇങ്ങനെ കിടക്കുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഒരു സ്ഥലത്ത് നമുക്കിങ്ങനെ അങ്ങോട്ട് കയറി നിന്ന് ആ ഡാമിൻ്റെ ഭാഗം കാണാൻ പറ്റുന്നത് കണ്ടോ, അങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ താഴെ നിൽക്കുന്ന അവിടെ എല്ലാം ഈ കുഞ്ഞു കണ്ടോ, കുഞ്ഞു കുഞ്ഞു കള്ളികളായിട്ടാണ് കിടക്കുന്നത്. അതിനകത്തുനിന്ന് പേടിയുള്ളവരൊക്കെയാണെങ്കിൽ ഇവിടെ കയറാതിരിക്കുന്നതാണ് നല്ലത്. എന്നുവെച്ചാൽ താഴെ ഇങ്ങനെ കാണുമല്ലോ എന്ന് പേടിയുള്ളവർ കയറരുത്. എനിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല, പേടിയൊന്നുമില്ല. ഇതിനകത്ത് ക്യാമറ വെച്ചൊക്കെ എടുക്കാൻ ഞാൻ ശ്രമിച്ച് നോക്കി. ഇത്രയാണ് കിട്ടിയത് കേട്ടോ വീഡിയോയിൽ. അപ്പം ഈ ഒരു സ്പേസിൽ നിന്നപ്പോഴത്തേക്കും കുറച്ചുകൂടി അങ്ങോട്ട് നീങ്ങി കാണാൻ വേണ്ടി പറ്റും. കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു. എന്നിട്ട് പിന്നെ ബാക്കി കുറച്ചങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നു പോകുന്തോറും വെയിൽ കാരണം അങ്ങറ്റം വരെ പോയില്ല ഞങ്ങൾ കേട്ടോ. കാര്യം അത്രയ്ക്ക് നല്ല വെയിലായിരുന്നു. ക്ഷീണിച്ചു പോയി. മോനും അതാണെങ്കിൽ ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് കുറച്ച് ദൂരം നടന്നിട്ട് പിന്നെ തിരിച്ചു വന്നു. എന്നാൽ ഇതിനിടയിലുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിരുന്നു, നല്ല രസമായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടോ. കണ്ടോ, ഈ ഒരു പാലത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. അങ്ങ് ദൂരെ കണ്ടോ ആ ഒരു റോപ്പ് വേയും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ പാലത്തിലൊക്കെ കയറണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് അവിടെ ആക്സസ് ഇല്ലാത്തതുകൊണ്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഇതേ ദൂരെ ഒരു വിൻ മെഷീൻ ഉണ്ടോ, അതുകൊണ്ട് ഒരെണ്ണമേ കണ്ടോളൂ, ഞാൻ വേറെ കണ്ടില്ല കേട്ടോ. അപ്പം മോൻ ഇനി ഇതേ വരെയാണ്, തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് വരെയാണ്. കാര്യം അവൻ ഈ വെയിലത്ത് നടന്ന് ക്ഷീണിച്ചു. അതുകൊണ്ട് തന്നെ അവനിനി എങ്ങനെയെങ്കിലും വെള്ളം കുടിച്ചാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അവൻ തിരിച്ച് നടക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് സ്പേസിൽ കയറി നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ അവിടെ കയറി നിന്നിട്ട് ഞാനവിടെ നോക്കി കേട്ടോ. അപ്പം ഡാമിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ ഇടാവേ.